എന്താറേ ഗീതാ ഗോവിന്ദം ട്വിസ്റ്റോട് ട്വിസ്റ്റ്. അതേ പ്രേക്ഷകരെ, നമ്മളുടെ ഗീതു കഷ്ടപ്പെട്ട് നമ്മുടെ അമ്മയും മകനെയും ഒന്നിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പം അമ്മയും മകനും ഇങ്ങനെ മനസ്സ് തുറന്ന് പല കാര്യങ്ങളും സംസാരിച്ച് ആ ഒരു വഴിവക്കിൽ നിൽക്കുകയാണ്. ഇപ്പോൾ അടുക്കും എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് വേറൊരു ട്വിസ്റ്റ്. നമ്മുടെ വിജയലക്ഷ്മി നമ്മുടെ ഗോവിന്ദിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മാധവേട്ടനല്ലാതെ വേറൊരു പുരുഷനെയും ഞാൻ മനസ്സുകൊണ്ട് സ്നേഹിച്ചിട്ടില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, അപ്പം നമ്മുടെ രഞ്ജു ആരാണ്, രഞ്ജു നിങ്ങളിൽ എങ്ങനെ പിറന്നു ചോദിക്കുന്നുണ്ട്. അപ്പോൾ രഞ്ജു ശരിക്കും നമ്മുടെ ഗോവിന്ദിൻ്റെ എന്താ പറയുക മാധവനിൽ ഉണ്ടായതല്ലേ അല്ലേ? എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ രഞ്ജുവിൻ്റെ അച്ഛൻ വേറെ ആരെങ്കിലും ആണോ? നമ്മുടെ വിജയലക്ഷ്മിയിൽ നമ്മുടെ എന്താ പറയുക വേറെ ഒരാളിൽ ഉണ്ടായ ഒരു മകളാണ് രഞ്ജു എന്നാണ് നമ്മുടെ ഗോവിന്ദ് പറയുന്നത്. പക്ഷേ സ്വന്തം പെങ്ങളെപ്പോലെ സ്വന്തം ജീവനായി തന്നെ ഗോവിന്ദ് അവളെ എന്താ പറയുക സ്നേഹിക്കുന്നുമുണ്ട്. അപ്പോൾ ശരിക്കും രഞ്ജുവിൻ്റെ അച്ഛൻ ആര്? ഇനി നമ്മുടെ രഞ്ജുവിനെ നമ്മുടെ വിജയലക്ഷ്മി എവിടെ നിന്നെങ്കിലും എടുത്തു വളർത്തുന്നതാകുമോ? ആ സത്യങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിന് പിറകെ നമ്മുടെ അനാർക്കലിയുടെ ഒരു വരവും എല്ലാം കൂടി നമ്മുടെ ഗീതാ ഗോവിന്ദം പൊളിച്ചടക്കാൻ പോവുകയാണ് മക്കളെ. എന്തായാലും നമ്മുടെ വിജയലക്ഷ്മി മനസ്സ് തുറന്ന് എല്ലാ സത്യങ്ങളും തുറന്ന് പറയുകയാണെങ്കിൽ ഇവിടെയോടുകൂടി നമ്മുടെ അമ്മയുടെയും മകൻ്റെയും ആ ഒരു കട്ടക്കലിപ്പും വെറുപ്പൊക്കെ അലിഞ്ഞ് ഇല്ലാതാകുകയും പകരം ആ ഒരു സ്നേഹം വരികയും അറക്കലിൽ നിന്ന് നമ്മുടെ രാധികാമ്മ പടിയിറങ്ങുകയും നമ്മുടെ ഗീതു പറയും പോലെ നമ്മുടെ വിജയലക്ഷ്മി അങ്ങാട് എന്താ പറയുക തീ നാളമായി കത്തി ജ്വലിക്കുകയും ചെയ്യും അല്ലേ പ്രേക്ഷകരെ? ആ ഒരു മനോഹര മുഹൂർത്തങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എന്ത് രസമായിരിക്കുമല്ലോ അറക്കൽ നമ്മുടെ വിജയലക്ഷ്മിയും നമ്മുടെ ഗീതുവും നമ്മുടെ ഗോവിന്ദും രഞ്ജുവും എല്ലാവരും കൂടി താമസിക്കുന്ന രംഗം ഉണ്ടാവട്ടെ അല്ലേ? അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.